എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി 18 പുതിയ സിനിമകളാണ് OTT റിലീസ് ചെയ്യുന്നത്. അതുപോലെ ആട് 3 ട്രെയിലർ വരുന്നു, ഒറ്റക്കൊമ്പൻ അപ്ഡേറ്റ് വരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മനോജ് വാസുദേവ് സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, അദിതി രവി, ഷറഫുദ്ദീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ മലയാളം ചിത്രമാണല്ലോ ഖജുരാഹോ ഡ്രീംസ്. സൗഹൃദത്തിനും യാത്രകൾക്കും പ്രാധാന്യം നൽകുന്ന ഈ ഒരു ചിത്രം പ്രേക്ഷകർക്ക് ഒരു കംപ്ലീറ്റ് എന്റർടൈനർ അനുഭവം തന്നെയായിരുന്നു സമ്മാനിച്ചത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഇന്ന് രാത്രി മുതൽ ചിത്രം സൈനാപ്ലേ വഴി സ്ട്രീമിംഗ് ലഭ്യമാവുന്നതാണ്. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വിനീതും മീനയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ ഹോട്ട്സ്റ്റാർ ഒറിജിനൽ സീരീസ് ആണല്ലോ റോസ്ലിൻ. പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന സസ്പെൻസ് ത്രില്ലറായിട്ടാണ് ഈ ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽ ഒരുക്കിയിരിക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഫെബ്രുവരി 27-ന്, അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ പാൻ ഇന്ത്യ റിലീസായാണ് റോസ്ലിൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. സുദീപ് ദോസൻ സംവിധാനം ചെയ്ത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഏറ്റവും പുതിയ സിനിമയാണല്ലോ ദ കേരള സ്റ്റോറി 2. ഇപ്പോഴത്തെ ചിത്രത്തിന് വൻ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗമായ ദ കേരള സ്റ്റോറി 2-ന്റെ റിലീസിന് കേരള ഹൈക്കോടതി ഇടക്കാല സ്റ്റേ നൽകിയിരിക്കുകയാണ്. സിനിമയുടെ ട്രെയിലർ നേരത്തെ തന്നെ കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ചിത്രത്തിലെ ഉള്ളടക്കം വീണ്ടും പരിശോധിക്കാൻ സെൻസർ ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചു. റിലീസിന് മുൻപേ തന്നെ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടിയ ചിത്രം കോടതിയുടെ ഈ നിർണായക ഉത്തരവോടെ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. രാം ചരൺ തൃഷ കോംബോയിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം പെഡ്ഡിയെക്കുറിച്ചുള്ള ആവേശകരമായ പുതിയ അപ്ഡേറ്റുകൾ എത്തിയിരിക്കുകയാണ്. ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിലെ രണ്ടാമത്തെ ഗാനമായ റായ് റായ് റാറ മാർച്ച് 2-ന് പുറത്തിറങ്ങും. ധീരതയുടെയും പോരാട്ട വീര്യത്തിന്റെയും പ്രതീകമായ ഒരു മാസ് ആന്തമായിരിക്കും ഈ ഗാനമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. ആഗോളതലത്തിൽ വലിയ പ്രതീക്ഷയോടെ എത്തുന്ന പെഡ്ഡി 2026 ഏപ്രിൽ 30-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. കൊങ്കണ സെൻ ശർമ്മ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ ചിത്രമാണല്ലോ അക്യൂസ്ഡ്. മികച്ച നിരൂപക പ്രശംസ നേടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ ചിത്രം ഒരു സസ്പെൻസ് ത്രില്ലർ അനുഭവമായിരിക്കും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഫെബ്രുവരി 27 മുതൽ, അതായത് ഇന്ന് രാത്രി 12 മണിയോടെ നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുഗു എന്നിങ്ങനെ വിവിധ പാൻ ഇന്ത്യൻ ഭാഷകളിൽ ചിത്രം ഇപ്പോൾ കാണാവുന്നതാണ്. അമരൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ധനുഷിന്റെ 55ാമത്തെ ചിത്രമാണല്ലോ D55. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ വമ്പൻ അപ്ഡേറ്റ് മൂവി ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. വണ്ടർ പാർ ഫിലിംസും ആർടെക് സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ധനുഷിനൊപ്പം മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നത് ആരാധകരെ ഏറെ ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട്. തെന്നിന്ത്യൻ താരസുന്ദരിമാരായ സായ് പല്ലവിയും ശ്രീലീലയുമാണ് ചിത്രത്തിലെ നായികമാർ. സായ് അഭ്യങ്കറാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. ധനുഷിന്റെ ജന്മദിനമായ ജൂലൈ 28-ന് ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിടുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമുദ്രകനി പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണല്ലോ തടയം. മികച്ചൊരു സസ്പെൻസ് ത്രില്ലർ അനുഭവം വാഗ്ദാനം ചെയ്യുന്ന ഈ സീരീസ് ഇന്ന് ഫെബ്രുവരി 27 മുതൽ, അതായത് ഇന്ന് അർദ്ധരാത്രിയിൽ 12 മണിയോടെ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ C5-ലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ശ്രീകാന്ത് കട്ടകി സംവിധാനം ചെയ്ത് നവീൻ ശങ്കർ, അർച്ചന കൊട്ടികെ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ കന്നഡ സ്പെഷ്യൽ ഡ്രാമ സിനിമയാണല്ലോ ക്ഷേത്രപതി. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. കന്നഡയ്ക്ക് പുറമെ മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ലഭ്യമാണ്. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ പ്രതിച്ഛായ. ആരാധകർ ഏറെ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നിവിൻ പോളിയുടെ വേറിട്ടൊരു പ്രകടനം പ്രതീക്ഷിക്കുന്ന ഈ ചിത്രം മാർച്ച് 19-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനാണ് ഒരുങ്ങുന്നത്. നവീൻ ചന്ദ്ര കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ തെലുഗു ഹൊറർ സിനിമയാണ് ഹണി. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഭയപ്പെടുത്തുന്ന നിമിഷങ്ങളുമായാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്.
തിയേറ്ററുകൾക്ക് പിന്നാലെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇന്ന് രാത്രി മുതൽ, അതായത് ഫെബ്രുവരി 27-ന് സൺ നെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. തെലുഗു, തമിഴ് എന്നീ ഭാഷകളിലാണ് ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ലഭ്യമായിരിക്കുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് പാട്രിയറ്റ്. ആൻഡോ ജോസഫ്, KG അനിൽകുമാർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് സുഷിൻ ശ്യാം ആണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരു കിടിലൻ പോസ്റ്റർ തന്നെയാണ് മൂവി ടീം പുറത്തിറക്കിയിരിക്കുന്നത്. തെന്നിന്ത്യൻ സിനിമ ഉറ്റുനോക്കുന്ന ഈ ചിത്രം 2026 ഏപ്രിൽ 23-ന് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ നായകനെത്തുന്ന ഏറ്റവും പുതിയ കോമഡി എന്റർടൈനർ ചിത്രമാണല്ലോ ആട് 3. വിജയ് ബാബുവിന്റെ ഫ്രൈഡേ ഫിലിം ഹൗസ് നിർമ്മിക്കുന്ന ഈ ചിത്രം മലയാളികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന സീക്വലുകളിൽ ഒന്നാണ്. ഇപ്പോഴിതാ ആരാധകർക്ക് ആവേശം പകരുന്ന ട്രെയിലർ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റോടെ സെൻസർ പൂർത്തിയാക്കിയ ട്രെയിലറിന്റെ ദൈർഘ്യം 3 മിനിറ്റ് 40 സെക്കൻഡ് ആണ്. കാത്തിരിപ്പിന് വിരാമമിട്ട് മാർച്ച് 1 ഞായറാഴ്ച ചിത്രത്തിന്റെ ഔദ്യോഗിക ട്രെയിലർ പുറത്തിറങ്ങും. ഷാജി പാപ്പനും സംഘവും ഇത്തവണ കൂടുതൽ വലിയ ആഘോഷങ്ങളുമായാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മാത്യു തോമസ് സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനെത്തുന്ന ഏറ്റവും പുതിയ മാസ് ആക്ഷൻ ചിത്രമാണല്ലോ ഒറ്റക്കൊമ്പൻ. ഏറെ നാളായി ആരാധകർ കാത്തിരിക്കുന്ന ഈ ചിത്രത്തെ സംബന്ധിച്ച വളരെ ആവേശകരമായൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചിത്രത്തിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യാൻ ബോളിവുഡ് താരം സഞ്ജയ് ദത്തുമായി ചർച്ചകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. കടുവാക്കുന്നേൽ കുറുവച്ചൻ എന്ന മാസ് കഥാപാത്രമായി സുരേഷ് ഗോപി എത്തുന്ന ഈ ചിത്രം വലിയ ക്യാൻവാസിലാണ് ഒരുങ്ങുന്നത്. സഞ്ജയ് ദത്ത് കൂടി എത്തുന്നതോടെ ചിത്രത്തിന്റെ ആവേശം ഇരട്ടിയാകുമെന്ന് ഉറപ്പാണ്. വലിയൊരു പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ സിനിമാ ലോകം. വിജേഷ് പുനത്തൂർ സംവിധാനം ചെയ്ത് സാഗർ സൂര്യ, ഗണപതി, അല്ലമീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണല്ലോ പ്രകമ്പനം. മികച്ച ആക്ഷനും പ്രകടനങ്ങളും കൊണ്ട് തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിച്ച ഈ ചിത്രം ഇപ്പോൾ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ ZEE5 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം മാർച്ച് 2-ാം വാരത്തോടുകൂടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിലും ചിത്രം ലഭ്യമാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത് ഷെയ്ൻ നിഗം കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ബൾട്ടി. വൈവിധ്യമാർന്ന പ്രമേയം കൊണ്ട് ഇതിനോടകം തന്നെ സിനിമാ പ്രേമികൾക്കിടയിൽ ഈ ചിത്രം ചർച്ചയായിട്ടുണ്ട്. തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം ഒടുവിൽ ഡിജിറ്റൽ റിലീസിന് തയ്യാറെടുക്കുകയാണ്. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഫെബ്രുവരി 27-ന്, അതായത് ഇന്ന് അർദ്ധരാത്രിയിൽ 12 മണിക്ക് അല്ലെങ്കിൽ മാർച്ച് 6-ന് പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കായി.